മോളെ എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ടമ്മ. മോളെ ഇച്ചിരി വെള്ളം എടുക്കുന്നു. വേണ്ട. ഇതായിരുന്നു ഡ്രസ്സ്. കഴിഞ്ഞോ? എൻ്റെ പരിപാടി എങ്ങനെയുണ്ടായി? അടിപൊളി. എടോ അതെ അതെ, ഒരു മിനിറ്റ്. നീ എന്നോട് ഒരു കാര്യം പറയണ്ട. എന്താ കാര്യം? എനിക്കറിയില്ല. എടി, നിങ്ങൾക്ക് ചേട്ടനുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ചേട്ടനില്ല? എടി ഇല്ലടി. എന്തുപറ്റി? അപ്പം ആരെയാ ഇവാൻ? നിനക്ക് ആ പേരെങ്ങനെ അറിയാം? നിനക്ക് എങ്ങനെയാ പേരറിയുന്നതെന്ന്? മാധു, നിനക്ക് എങ്ങനെയാ പേരറിയണേ? എടി, ഞാൻ നിന്റെ FB കമന്റ് ബോക്സിൽ കണ്ടതാ. അപ്പൊ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി, അതോട് ചോദിച്ചതേ ഉള്ളൂ, പറഞ്ഞില്ല. എന്തിട്ട് പറയണേ? എടി, ഞാൻ ഇപ്പൊ വരാം. എടാ, നീ നീ അവനെ നോക്കണ്ട. ആരെ? ഇവാൻ. ആ, ഓക്കെ. എടാ, അതല്ല, അവൻ നിങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രേഞ്ചറാണ്. അത് വേണ്ട. ആണോ? ശരി. എടി, എപ്പോൾ വരാവേ? ഈ കോളേജിൽ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിരുന്നല്ലേ? ആരൊക്കെ എന്തൊക്കെയാ കണ്ടുപിടിക്കണേ? ഏ ഇതിപ്പോൾ ആരാ പറഞ്ഞ? എന്നോട് അവള് പറഞ്ഞ. എടോ, താനിപ്പോൾ നല്ല മൂഡിലാണ്. എന്തേ? ഒന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. അല്ല, നല്ല മൂഡിലാണെങ്കിൽ ഇത് പിന്നെ പറയാൻ ഓർത്തില്ല. എന്ത്? എടി, നിനക്ക് വിളിച്ചെടുക്കട്ടെ? ആ, എടുത്തോ. സിംഗിളാണോ? വിൽസയുടെ കാര്യമാണെങ്കിൽ എന്ന് പോവും. നിന്റെ കാര്യമാണെങ്കിൽ എൻ്റെ കാര്യമാണെങ്കിൽ അറിഞ്ഞിട്ടിപ്പം എന്താ? വീട്ടിലിപ്പം ഞാനല്ലേ? ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡാണ്. ഐശ്വര്യ എക്സ്പ്രസ് എന്ന കമ്പനിയുടെ പേര്. ഐശ്വര്യ എക്സ്പ്രസ് ആ ചെയിൻ മാർക്കറ്റിംഗ് കമ്പനി. അതൊക്കെ അറിയൂ. അതുമാത്രമല്ല, ഞാനൊരു ജിം ട്രെയിനറാണ്. ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. എടി, വിളിച്ചേ റെഡിയായി. ബാപ്പാ ചെന്നോ. എടി, നിനക്ക് ഇവാന് ശരിക്കും ഫേസ്ബുക്കിൽ തന്നെയാണോ പരിചയം? അതെടി. എന്ത്? ഒന്നുമില്ല. ഇവന് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്ത്? അല്ല, നമ്മൾ 2-3 തവണയിൽ കാണുന്നു. എന്നെക്കുറിച്ച് എന്താ തോന്നണേ? ഒന്നുമില്ല. ഒന്നും തോന്നല്ല. ഈ മനുഷ്യന്മാരുടെ മനസ്സറിയണ എന്തുണ്ടെങ്കിലേ നല്ല സുഖമായിരുന്നല്ലേ? എന്ത് സുഖം? അല്ല, അവര് ചിന്തിക്കണൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു യന്ത്രമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കറിയാൻ പറ്റില്ലേ ഇവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം. മാരാ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ സ്വകാര്യതയാണ്. അത് മാറിനറിഞ്ഞിട്ട് എന്താ? ഞാൻ തൻ്റെ സ്വകാര്യത അന്വേഷിക്കാൻ വരുന്നുണ്ടോ? എനിക്കങ്ങനെ സ്വകാര്യത ഒന്നുമില്ല. ഈവനുണ്ട് സ്വകാര്യത.
മര ഒരാളുടെ സ്വകാര്യത നശിപ്പിച്ചുകൊണ്ടല്ല അയാളെ സഹായിക്കേണ്ടത്. ചോദിക്കേണ്ടേ നല്ല സഹായം ഞാൻ എന്തെങ്കിലും ചെയ്തുതരാം. ചേട്ടാ ഒന്നിങ്ങ് വന്നേ. സോറി. എന്താണ്? സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വാ ഇങ്ങോട്ട്. ഇവിടെ വരാറുണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു ചേട്ടൻ ഇവൻ്റെ ചേട്ടനാണെന്ന്. നിങ്ങൾ തമ്മിൽ ഇത്ര കമ്പനിയാണോ? ഇല്ല, ജസ്റ്റ് ഒരു ഹായ് ബൈ. ഈവ് എൻ്റെ അനിയത്തിയായിട്ട് നല്ല കമ്പനി. ഓ, ചേട്ടാ ശരിക്കും എന്തായിട്ടാ ഇതിൻ്റെ പ്രശ്നം? എടോ ഞാൻ അറിയാതെ എൻ്റെ അമ്മയുടെ അടുത്ത് സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ. ചേട്ടാ അവരിതെല്ലാവരോടും നടന്നു പറയുന്നത് ഞാൻ അറിഞ്ഞ. ഇതിപ്പോ അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്മ ആരോടും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചാ. സോറി. എന്താ ഇവിടെ? പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നേ. ഈ എന്തെങ്കിലും ടെൻഷനിലാണ്? എന്നെ ഫോളോ ചെയ്യാറുണ്ട്. എന്താ ആണ് പറയുന്നത്. എടോ അയ്യപ്പസ്വാമിയാണ് സത്യം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു. ഉറപ്പാ? സത്യം. തൻ്റെ ചായ തന്നെ കുടി. പിന്നെ പറ. പറ. ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നോടാണോ? ആ, എടാ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിനാണോ പറയാന്ന് പറഞ്ഞു? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനന്ന് പാടിയത് ഞാൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലേ? അതറിഞ്ഞ, പക്ഷെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ? ഞാൻ പാടിയതയക്കുമ്പം അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ളൊരു മര്യാദയെങ്കിലും ഇല്ലേ? ഇതൊരു പാട്ടല്ലേ? താൻ തൻ്റെ ചെയറിലോ ഇരുന്നോണ്ടാണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു തീരുമാനിക്കുന്നത്? താനെന്തിനീ ചെറിയ കാര്യത്തിന് ഇത്രയും ഡിസ്റ്റർബ് എന്താ ഇതിൻ്റെ പ്രശ്നം? അറിഞ്ഞിട്ടെന്താ? ഈ സൊല്യൂഷൻ ഉണ്ടാക്കി തരും. പറ്റും. നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും. മാരാ, എനിക്ക് നിന്നോടൊരു സ്നേഹമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ വേറൊന്നുമല്ല. നിന്നോട് ലസ്റ്റ് തോന്നാനുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിന് പറ്റിയ ടൈപ്പൊന്നുമില്ല. എനിക്ക് നിന്നോടത് ഇതുവരെ തോന്നിയിട്ടുമില്ല. പിന്നെ നീ എന്നെ ഒന്ന് തൊട്ടാൽ പോലും എനിക്കൊരു ഫീലും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ പരിപാടി നടത്തിക്കും. ശരി എന്നാൽ എനിക്കതേ സമയം ഇവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ഇനി ഒന്നിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അടുത്ത്
സെറ്റാക്കിയല്ലേ? നിങ്ങൾ കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ, അതാ പിന്നെ ഞാനവിടെ ഇരുന്നത്. നടക്കട്ടെ. അല്ല വരാ, നിന്റെ തടി പോലീസ് എന്തോ വന്നിരുന്നു കേട്ടല്ലോ. നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു. നീ പറയില്ല, അതെനിക്കറിയാം. അത് വിട്, നമ്മളോട് പറഞ്ഞില്ല, മോശമായിപ്പോയി. എൻ്റെ കൈക്ക് എന്തൊരു അതൊരു മുറിവാണ്. ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. ആ